എല്ലാവർക്കും എക്കോ ഫാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കേരളത്തിലെ കാലാവസ്ഥയിൽ വ്യവസായമായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഫലവൃക്ഷമായ കസ്റ്റർഡ് ആപ്പിളിനെ പറ്റിയാണ്. ഈ ഫ്രൂട്ട് കേരളത്തിൽ അറിയപ്പെടുന്നത് ആത്തയ്ക്ക, അതേപോലെ സീതപ്പഴം എന്നീ പേരുകളിലാണ്. പൊതുവെ ഈ ഫ്രൂട്ട് ലോകത്ത് 100 തരത്തിലുള്ള വെറൈറ്റീസ് ഉണ്ടെങ്കിലും നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് അവയിൽ നിന്ന് ഏറ്റവും മികച്ച 5 വെറൈറ്റീസാണ്. ഈ വെറൈറ്റി നമ്മൾ സെലക്ട് ചെയ്തത് ഫ്രൂട്ടിൻ്റെ വലിപ്പം, രുചി, സീഡ് ടു പൾപ്പ് റേഷ്യോ എല്ലാം കണക്കിലെടുത്താണ്. അങ്ങനെയെല്ലാം നോക്കുമ്പോൾ തന്നെ സ്റ്റാർട്ടിങ് വരുന്ന ഒരു ഏറ്റവും മികച്ച കസ്റ്റർഡ് ആപ്പിൾ വെറൈറ്റി തന്നെയാണ് NMK1 കസ്റ്റർഡ് ആപ്പിൾ. ഈ ഫ്രൂട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ, അതേപോലെ തന്നെ കഴിഞ്ഞ ഒരു 6-7 വർഷം ആയിട്ട് വളരെ പ്രചാരണത്തിൽ നിൽക്കുന്ന ഒരു ഫ്രൂട്ടാണ്. കേരളത്തിൽ ഈ ഫ്രൂട്ട് പൊതുവെ NMK1 എന്നറിയപ്പെടാറില്ല. ഈ ഫ്രൂട്ട് ഗോൾഡൻ കസ്റ്റർഡ് ആപ്പിൾ, അതേപോലെ തന്നെ പല പേരുകളിൽ അറിയപ്പെടാറുണ്ട്. മഹാരാഷ്ട്രയിലെ ഒരു പ്രശസ്തമായ നഴ്സറിയിലാണ് ഈ ഫ്രൂട്ട് പുറത്തിറങ്ങിയത്. ഈ ഫ്രൂട്ടിൻ്റെ മറ്റ് പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഫ്രൂട്ട് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ 2 മുതൽ 3 ആഴ്ച വരെ സൂക്ഷിക്കാൻ പറ്റും. അതേപോലെ തന്നെ നല്ല മാംസള ഭാഗമാണ് ഈ ഫ്രൂട്ടിന്. രണ്ടാമത്തെ വെറൈറ്റിയാണ് ബാലാനഗർ. ഈ ഫ്രൂട്ട് കേരളത്തിലെ ഗവേഷണ സെൻറ്ററായ ഫ്രൂട്ട്സിൻ്റെ ഗവേഷണ സെൻറ്ററായ IIHRലെ വർഷങ്ങളായ റിസർച്ചിന് ശേഷം കണ്ടുപിടിച്ച ഒരു വെറൈറ്റിയാണ് ഈ ഫ്രൂട്ട്. ഇത് നമുക്ക് കൊമേഴ്ഷ്യലായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഫ്രൂട്ട് തന്നെയാണ്. മൂന്നാമത്തെ വെറൈറ്റിയാണ് അർക്കാസഹൻ. ഈ ഫ്രൂട്ടും ഒരു കൊമേഴ്ഷ്യലായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന വെറൈറ്റി തന്നെയാണ്. ഈ ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്തേക്കുന്നത് കസ്റ്റർഡ് ആപ്പിൾ, അതുപോലെ തന്നെ ചെറിമോയ, അതായത് കസ്റ്റർഡ് ആപ്പിൾ കുടുംബത്തിൽപ്പെട്ട ഒരു ഫ്രൂട്ടിൻ്റെ 2 പൂക്കൾ തമ്മിൽ ക്രോസ് പോളിനേഷൻ ചെയ്താണ് ഈ ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അതേപോലെ ഇത് ക്രോസ് പോളിനേഷൻ ചെയ്ത് 2 മികച്ച കസ്റ്റർഡ് ആപ്പിൾ വെറൈറ്റി ക്രോസ് പോളിനേഷൻ ചെയ്തത് കൊണ്ട് തന്നെ ഈ ഫ്രൂട്ടിൻ്റെ മാംസം വളരെ ഒരു ക്രീമി ടെക്സ്ചറിലുള്ളതാണ്. പിന്നെ അടുത്ത ഫ്രൂട്ടാണ് ആഫ്രിക്കൻ പ്രൈഡ്. ഈ ഫ്രൂട്ട് പൊതുവേ ഇന്ത്യയിൽ ഇതിൻ്റെ തൈകൾ കിട്ടാത്തത് കൊണ്ട് അത്ര അങ്ങോട്ട് കൃഷി ചെയ്യാറില്ല. എങ്കിലും കേരളത്തിലെ ഉഷ്ണമേഖല കാലാവസ്ഥ ഈ ഫ്രൂട്ടിന് വളരെ അനുയോജ്യമാണ്. ഈ ഫ്രൂട്ടിന് ഈ ലിസ്റ്റിൽ ഏറ്റവും അവസാനമുള്ള ഫ്രൂട്ടാണ് പിങ്ക് മമോത്ത്. മറ്റ് ഫ്രൂട്ട്സിൻ്റെ കൂട്ട് തന്നെ കൊമേഴ്ഷ്യലായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ്. വളരെ സ്വാദുള്ള ഫ്രൂട്ടുമാണ്. ഇതിൻ്റെ ആകെ ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ഇതിൻ്റെ ഷെൽഫ് ലൈഫ് വളരെ കുറവാണ്. അതായത് 3 മുതൽ 4 ദിവസം വരെ മാത്രമേ ഇത് നമുക്ക് സൂക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയിൽ കാണുന്നതിനും വരെ എല്ലാവർക്കും ബൈ.